ഹായ് ഹായ് ഹലോ നമസ്കാരം. ജ്യോതിഷ ഹായ്, ശാന്ത് ഹായ്, പ്രിയ പ്രതാപൻ ഹായ്, അഗച്ചേച്ചി ഹായ്, അഗ അരവിന്ദ് ഹായ്, ഇറ്റ്സ് മീ സുനീത് ദീപക് ഹായ്, ദിവ്യശ്രീ ഹായ്, ട്വിങ്കിൾ സ്പാർക്കിൾ ഹായ്, രാജേഷൻ റാസ് ഹായ്, ഓക്കെ ഓക്കെ, കൃഷ്ണൻ ഹായ്. സുഖാണോ നിങ്ങൾക്ക്? ഐ അബു നായർ സുഖാണോ സന്തോഷമാണോ? ഓക്കെ, ഇപ്പൊ ആളുകൾ നമ്മളോട് ചോദിക്കുകയാണ് സുഖമാണ് സന്തോഷമാണ്. നമ്മൾ കൊടുക്കും തോറും നമ്മളിലേക്ക് വരും എന്നുള്ള എൻ്റെ വിശ്വാസത്തിനെ ശക്തിപ്പെടുത്തുകയാണ്. ഹലോ നമസ്കാരം, കേളി നഗർ, നീനു, ഷൈജു ഹായ്, ജ്യോതിഷ സുഖാണോ, വേർ ആർ യു? ഞാനിവിടെ ഉണ്ട്, കേരളത്തിലുണ്ട് ഇപ്പോൾ. ജോർജ്, ഭാഗ്യ ഹായ്, എല്ലാവർക്കും ഹായ്. ഹേയ്, സുഖാണോ നിങ്ങൾക്ക്? എന്താണ് വിശേഷങ്ങൾ? ശരിക ലച്ചു, അഗച്ചേച്ചി താങ്ക് യു. പ്രവി സുധി ഹായ് ഹായ്. ഞാനൊരു ഗ്യാപ്പ് എടുത്താണ്. ദിസ് ഈസ് ജോൺ ഫ്രം ന്യൂസിലാൻഡ്. വീഡിയോസ് കാണാറുണ്ട്, ഒരു പോസിറ്റീവ് വൈബ്. ഹായ് ജോൺ, ഹാപ്പി ടു ഹിയർ ദാറ്റ്. ദീപ്തി പ്രദീപിനും ഹായ്. ഇവിടെ ചെറിയ കാറ്റ് തണുപ്പൊക്കെ ഉണ്ട്. ഐ എം സോ ഹാപ്പി. അഭിനവ് സുഖാണോ? യാ സുഖാണ് അഭിനവേ, സന്തോഷമാണ്. ഇറ്റ്സ് അരുൺ ഫ്രം കണ്ണൂർ ഹായ്. ഐ എം ഷാനു ഫ്രം പത്തനംതിട്ട. വിനീഷ ഹായ്, ഷഫീഖ് ഹായ്. സുഖമാണ് സുഖമാണ്. ഓക്കെ ഓക്കെ, നിങ്ങൾ പറയൂ. എന്നൊരു വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചോ? ഞാനങ്ങനെ ചായ കുടിക്കാറില്ല, അതുകൊണ്ടാണ്. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? രാകേഷ് ഹലോ, താങ്ക് യു ഫോർ യു വീഡിയോസ്, ഗീവ് പോസിറ്റീവ് എനർജി ജോഷ. ഓക്കെ താങ്ക് യു. സമീഷ് സുഖാണ് സമീഷ്. ഇറ്റ്സ് മീ സുമി ദീപക് സുഖാണോ സന്തോഷമാണോ? ഓക്കെ ഓക്കെ. ഒരു കഥ പറയാമേ. കഴിഞ്ഞ ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി, കേൾക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം. ഹേയ് എല്ലാവർക്കും നമസ്കാരം. നിസാമുദ്ദീൻ കബീർ, ശ്രീജ ഇൻ യു കെ വെരി ഹോട്ട്, രേണു പറയുന്നു. ബാക്ക്ഗ്രൗണ്ട് സൂപ്പർ. ഓക്കെ താങ്ക് യു. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി കേട്ടോ. ഞാൻ ലീവിന് നാട്ടിലാണേ. സാർ ഇപ്പം എന്താ ഇന്ന് ചിരിച്ചു എന്ന് പോലെ ഇടാത്ത? ഞാൻ ഇടുന്നുണ്ടല്ലോ. ഞാൻ എന്താ പറയാ, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഡിഡ് യു സ്മൈലിന് ചോദിക്കും. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയി. അപ്പം അമ്മ ഇങ്ങനെ കുറച്ച് ലിസ്റ്റൊക്കെ തന്നു. അപ്പം അതിൽ ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്നത് മഗ് എന്നാണ്. മഗ് വേണം, വീട്ടിലേക്ക് ഒരു മഗ് വാങ്ങണം. അപ്പം ഞാൻ കടയിലോട്ട് ചെന്നിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് കടയിൽ പോകുന്നത്. ഞാൻ ആ കടയിൽ ചെന്നിട്ട് കടക്കാനോട്, ചേട്ടാ ഒരു മഗ് തരണം, ഒരു മീഡിയം സൈസ് ഒരു മഗ് തരണം. പുള്ളി എന്നെ ഇങ്ങനെ നോക്കി. പുള്ളി എങ്ങനെ നോക്കിയിട്ട് തന്നെ ചോദിച്ചു, സുഖമുള്ള മഗ് വേണോ സന്തോഷമുള്ള മഗ് വേണോ എന്ന്. അയ്യോ, അത് കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ചിരി വന്നു. ഭയങ്കര ചിരി, എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര സന്തോഷം, ഭയങ്കര ആനന്ദം. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളാണേ. ഞാൻ കടയിൽ ലിസ്റ്റ് എടുത്തിട്ട് മഗ് വേണമെന്ന് ചോദിച്ചു. പുള്ളി എന്നോട് ചോദിക്കുക, സുഖമുള്ള മഗ് വേണോ സന്തോഷമുള്ള മഗ് വേണോ? ആൻഡ് ഐ വാസ് ലിറ്ററലി സോ ഹാപ്പി. കാരണം അത് ചോദിക്കുമ്പോൾ ഹി വാസ് ഓൾസോ സ്മൈലിങ്. അയാളും ഒരു ചിരിയോടുകൂടിയാണ് ചോദിച്ചത്. എന്നിട്ട് അയാള് സൈഡിൽ, കടയുടെ സൈഡിൽ അദ്ദേഹത്തിന് വൈഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. സി, ഞാന് കഴിഞ്ഞ 6 മാസമായി, എനിക്കൊന്ന് 7 മാസമായി, ഡിസംബർ മുതലാണ് ഞാൻ എല്ലാവരോടും ചോദിക്കും സുഖമാണോ സന്തോഷമാണോ. ഞാൻ എല്ലാവരോടും ചോദിക്കും. ഇന്ന് ആ ചോദ്യങ്ങളൊക്കെ എന്നിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ എവിടെ കണ്ടാലും, ഞാൻ എവിടെ പോയാലും, ഞാൻ ആരെയും മീറ്റ് ചെയ്താലും, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോലും എന്നോട് ചോദിക്കണം, എടാ ഷാനു സുഖമാണോ സന്തോഷമാണോ എന്ന്. എൻ്റെ ആ ഒരു വിശ്വാസം ഭയങ്കരമായിട്ട് വീണ്ടും വീണ്ടും ഊട്ടി ഉറക്കുകയാണ് എൻ്റെ ഉള്ളിൽ. അതായത് നമ്മൾ കൊടുക്കും തോറും കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് തന്ന ഒരേ ഒരു കാര്യം സുഖമാണോ സന്തോഷമാണോ എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇറ്റ്സ് കമ്മിങ് ബാക്ക്, ഇറ്റ്സ് ലിറ്ററലി കമ്മിങ് ബാക്ക്. അല്ലേ? ഇത് ശിവാനി ചോദിക്കണമല്ലോ, ഹായ് സാർ സുഖമാണോ സന്തോഷമാണോ എന്നുള്ളത്. നിങ്ങൾ ചോദിക്കുക ആളുകളോട്, ആർ യു ഹാപ്പി? ഇനി അവർ ഹാപ്പി അല്ലെങ്കിലും അവരോട് പറയൂ, ഇറ്റ്സ് ഓക്കെ ഹാപ്പി ആകും എന്നവരോട് പറയും. അത് തിരിച്ച് നമ്മളിലേക്ക് വരും. ഞാൻ പലപ്പോഴും ഡൗൺ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ ഹാപ്പി ആകും, സുഖമാകും എന്ന് വന്ന് പറയാറുണ്ട്. ഗീത ചോദിക്കണു ഹൗ ആർ യു എന്ന്. ഗീത, എനിക്ക് സുഖമാണ് ഗീത. നിങ്ങൾ പറയൂ. അറ്റ് ദിസ് മൊമെന്റ് എന്നെ കേൾക്കുന്ന ഈ നിമിഷത്തിൽ രജനി അനിൽകുമാർ പറയണു, ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന്. നമ്മുടെ ലോകം കണ്ണാടി പോലെയാണ്. കർമ്മ ഈസ് സോ റിയൽ.
ദീപ പറയണം. ഓക്കെ, ഈ നിമിഷം ഞാനിത് ചോദിക്കാൻ വേണ്ടി വന്നു. അറ്റ് ദിസ് മൊമെന്റ്, ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ ഈ നിമിഷം, ഈ വെരി വെരി സ്പ്ലിറ്റ് ഓഫ് എ മൊമെന്റ്, ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒന്ന് കണ്ണടച്ചു നോക്കി. എന്ത് വികാരമാണ്, എന്ത് ഇമോഷനാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? ഈ വെരി സെക്കൻഡിലാണ്, ഈ നിമിഷത്തിലാണ് എന്ത് വികാരമാണ് നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യണതെന്ന് ശ്രദ്ധിച്ചു നോക്കി. അത് എന്ത് തന്നെ ആയാലും. അകച്ചേച്ചി എന്താ പറഞ്ഞാൽ, ചുറ്റപ്പഴം വേണോ ചൂടാത്ത പഴം വേണോ എന്ന് ചോദിക്കുന്ന അവയാറാണ്. നൗ യു ആർ ആസ്കിങ് സുഖമാണോ? ഓക്കെ. നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കൂ. ടേക്ക് ദിസ് മൊമെന്റ്. എല്ലാം മാറ്റി വെച്ചിട്ട് ഈ നിമിഷം ഉള്ളിലോട്ട് നോക്കി. എന്താ സംഭവിക്കണേ? സ്വസ്ഥതയാണോ എൻ്റെ ഉള്ളില്? ആശങ്കകൾ. ഓക്കെ. ജിൻസു വരുന്ന ആശങ്കകൾ. ഓക്കെ. നമുക്കൊരു പ്രോസസ് ചെയ്യാം. എല്ലാവരും കമന്റ് ചെയ്യൂ. റൈറ്റ് ദിസ് മൊമെന്റ്, വാട്ട്സ് ഇമോഷൻ, എന്ത് ഇമോഷനാണ് ഉള്ളിൽ എന്നുള്ള കമന്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞില്ല. സങ്കടം. ശരിക, ഗുഡ്. ശരിക പറയണു സങ്കടമാണ്. അത് നീനു പറയുന്നു ലൈവ് കണ്ടപ്പോഴേ ഹാപ്പി ആയിരുന്നു. വാവ്. എന്റെ ചോദ്യം പീസ് എന്ന വികാരമാണ് ഇപ്പോൾ. അകച്ചേച്ചിക്ക് പീസ്, സ്വസ്ഥതയാണ്. ഓക്കെ, നൈസ്. സ്വസ്ഥതയില്ല സരിത. ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. അഭിനവിന് ഹാപ്പിയാണ്. അനൂപിന് സ്ട്രെസ് ആണ്. അമലിന് നത്തിങ്ലെസ് ആണ്. നീനുവിന് ഹാപ്പിയാണ്. എന്റെ ചോദ്യം ക്ലിയർ ആണല്ലോ. വിശക്കണു അഖില, സത്യട എനിക്കും വിശക്കുന്നു കേട്ടോ. രേണു ഹാപ്പിയാണ്. സി എന്ത് തന്നെയാണെങ്കിലും ഉള്ളിലെ വികാരം നെഗറ്റീവായിട്ടുള്ളൊരു ഇമോഷൻ ആണെങ്കിൽ, ഓക്കെ. അർഷ രാഗി പറയുന്നു ടെൻഷനാണ്. അലോട്ട്മെന്റ്, ബിനുജ പറയുന്നു അലോട്ട്മെന്റ് കിട്ടാത്ത സങ്കടം. പോട്ട് ബിനുജ, സാരില്ല, അലോട്ട്മെന്റ് ഒക്കെ കിട്ടും. ഭാഗ്യ പറയുന്നു ഡിപ്രഷന്റെ ഒരു തോട്ടാണ്. ഹാപ്പി ടു സീ യുവർ വേർഡ്സ് ആർ റിയലി ഗിവിംഗ് ഹാപ്പിനെസ്. ഗീത പറയുന്നു, രജനി പറയുന്നു ടെൻഷനാണെന്ന്. സങ്കടമാണ് ശിവാനി. ഓക്കെ ശിവാനി. ഫീലിംഗ് റിലാക്സ്ഡ്. ലിയോ പറയുന്നു സങ്കടമാണ് എന്ന്. പ്രിയങ്ക പറയുന്നു ഷാനുവിനെ കാണാൻ തന്നെ സമാധാനം. ഫ്രിൻസി മാം പറയുന്നു ഓക്കെ. സി മൈ ഡിയർ. റെക്സി പറയുന്നു സാഡാണ്. ജസ്റ്റ് ഉള്ളിലേക്ക് നോക്കുക. എന്ത് വികാരമാണ് ഇപ്പോൾ ഞാൻ ഉള്ളിൽ ഫീൽ ചെയ്യണത്? അസ്വസ്ഥതയാണോ, സ്വസ്ഥതയാണോ, അതോ ഭയങ്കര ലൈറ്റ്നെസ് ആണോ, അതോ ഹെവിനെസ് ആണോ? ഡോക്ടർ അഞ്ജു പറയുന്നു ആങ്സൈറ്റി ആണെന്ന്. ഗുഡ് സോൾ. ഓക്കെ. ഇപ്പൊ നമുക്ക് ഒരു മനസ്സിലായില്ലേ നമ്മുടെ ഉള്ളിൽ എന്ത് വികാരമാണെന്ന്. ഇനി നമുക്ക് അതിനൊന്ന് ചേഞ്ച് ചെയ്യാം. വി ഗോണ ചേഞ്ച് ദ ഇമോഷൻ വി ആർ ഫീലിംഗ്. ഓക്കെ, നിങ്ങൾ എന്നോടൊപ്പം ഈ പ്രോസസ് ചെയ്യണം. നിങ്ങൾ എവിടെയാണെങ്കിലും. ദീപ്ന പറയുന്നത് കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ വന്നല്ലോ. ഐദർ ഇറ്റ്സ് എ പോസിറ്റീവ് ഇമോഷൻ ഓർ ഇറ്റ്സ് എ നെഗറ്റീവ് ഇമോഷൻ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ആണെന്ന് മനസ്സിലേക്ക് വന്നല്ലോ. നമുക്ക് വേണ്ടാത്തതാണ് ഇപ്പോൾ നമ്മുടെ വികാരമെങ്കിൽ വി ഗോണ ക്രിയേറ്റ് നമുക്ക് വേണ്ടുന്ന ഇമോഷൻ. നമുക്ക് എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, സോ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ ജസ്റ്റ് ഫോർ നെക്സ്റ്റ് 5 to 10 seconds കണ്ണൊന്ന് അടച്ചു വെക്കുക. ഇപ്പൊ കണ്ണ് അടച്ചില്ലെങ്കിലും സാരമില്ല. കണ്ണടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുക. അതായത് ശരീരവും ശ്വാസവും മനസ്സും. ഞാൻ വീണ്ടും പറയുന്നു, ശരീരം, ശ്വാസം, മനസ്സ്, ഇത് മൂന്നും എവിടെയാണോ ഉള്ളത്, ശരീരം എവിടെയുണ്ട്, ശ്വാസം എവിടെയുണ്ട്, പക്ഷെ മനസ്സാണ് ഇല്ലാത്തത്. അപ്പൊ മനസ്സിനെയും കൂടെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടേ നമ്മൾ ഈ നിമിഷത്തിലേക്കാവുകയാണ്. പ്രസന്റ് മൊമെന്റ്. അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുക, ഈ നിമിഷം ആസ്വദിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. എവിടെയാണോ ശരീരവും ശ്വാസവും മനസ്സും ഉള്ളത് അതാണ് പ്രസന്റ് മൊമെന്റ്. ശരീരവും ശ്വാസവും ഇവിടെയുണ്ട്, പക്ഷെ മനസ്സില്ലാത്തതുകൊണ്ടാണ് നമുക്കറിയാത്തത്. അപ്പൊ നമ്മൾ ആ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ മനസ്സിനെ കൊണ്ടുവരാനുള്ള ഏറ്റവും ഈസി വേ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. ഒരു 3-4 ശ്വാസം ഞാൻ ചെയ്യുന്ന പോലെ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. ശ്രദ്ധയോടുകൂടി ഒന്ന് എടുത്തു വിടാം. ഓക്കെ, എന്നിട്ട് ഉള്ളില്, ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു ഷാനു എപ്പോഴും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഷാനു ഉണ്ട് എൻ്റെ ഉള്ളിൽ. നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിത്വം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബബ്ബ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വ്യക്തിത്വത്തിനോട് നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യേണ്ട ഇമോഷൻ എന്താണോ ആ ഇമോഷൻ അതിന് പ്രൊവൈഡ് ചെയ്യാം. അതിനോട് പറയാം, അത് പറയാൻ പറയാം. അതായത് എൻ്റെ ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്ന ഷാനുവിനോട് ഞാൻ പറയാണ്, ഷാനു നീ ഹാപ്പിയാണ്. I'm relaxed. I'm happy. I'm relaxed. I'm happy. I'm relaxed. I'm happy. I'm relaxed. I'm happy. ഉള്ളിലിരിക്കുന്ന അതിനെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മൾ വായ അടച്ചു വെച്ചിട്ട്
ഉള്ളിലെ നമ്മുടെ ഉള്ളിലിരുന്ന് മന്ത്രിക്കുന്ന ആ ഒരാളോട് എന്ത് തന്നെ വികാരമാണോ എന്ത് തന്നെ ഇമോഷനാണോ നമുക്ക് ഫീൽ ചെയ്യേണ്ടത് അതിനെ കൊണ്ട് അത് പറയിപ്പിക്കുക. ഞാൻ ഹാപ്പിയാണ്. വായ അടച്ചു വെക്കുക. എന്നിട്ട് ഉള്ളിൽ അതിങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഞാൻ ഉള്ളിൽ ഇപ്പൊ ചാൻഡ് ചെയ്യണത് ഐ എം ഹാപ്പി, ഐ എം റിലാക്സ്ഡ്, ഐ എം ഹാപ്പി, ഐ എം റിലാക്സ്ഡ് എന്നാണ്. ഇത് ഉള്ളിൽ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സന്തോഷമാണെന്നും ഞാൻ റിലാക്സ്ഡ് ആണെന്നും ഉള്ളിൽ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് ഓൺ ഡൂയിങ്. ഞാൻ വാ കൊണ്ട് പറയുന്നത് നിങ്ങൾ വാ അടച്ചു വെച്ച് ഉള്ളിൽ സംസാരിക്കണം. ഐ എം ഹാപ്പി, ഐ എം റിലാക്സ്ഡ്, ഐ എം ഹാപ്പി, ഐ എം റിലാക്സ്ഡ്, ഐ എം ഹാപ്പി, ഐ എം റിലാക്സ്ഡ്. നമ്മുടെ ഉള്ളിലെ നമ്മളോട് സംസാരിക്കുന്ന ആൾക്ക് നമ്മൾ എന്ത് ഇൻപുട്ടാണ് ഫോഴ്സ്ഫുള്ളി കൊടുക്കുന്നത് അതെടുത്തിരിക്കും. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്ത് ഫീൽ ചെയ്യണു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ആങ്സൈറ്റി ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ടെന്നൊക്കെ. അവർ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഹാപ്പി അനന്തു, ഹാപ്പി, നൈസ്. സോറി, ആദു രവി ഹാപ്പി. രഞ്ജിനി ഹായ്, രഞ്ജിനി ഹാപ്പി. അഗച്ചേച്ചി പറയണു ഹാപ്പിനെസ്. ഓക്കെ, ജിജി പറയണു ഹാപ്പി ആണെന്ന് പറയണു. രേഷ്മ റിലാക്സ്ഡ് ആണ്. ഗീത സ്ട്രെസ് ആണെന്ന് പറഞ്ഞ ഗീത എന്ന് തോന്നുന്നു ഹാപ്പി ആണെന്ന് പറയുന്നത്. ശ്രീലക്ഷ്മി ഹാപ്പി ആണെന്ന് പറയുന്നു. ജെൻസി ആങ്സൈറ്റി ആണെന്നാണ് പറഞ്ഞത്. ഹാപ്പിയാണ്. അരീഷ ഹാപ്പിയാണ്. ഡോക്ടർ അഞ്ജു റിലാക്സ്ഡ് എന്ന്. ഡോക്ടർ അഞ്ജു നേരത്തെ വേറെ എന്തോ ആണ് പറഞ്ഞത്. ഫ്രെഡിൻ ഫാന്റാസ്റ്റിക്. ഫീലിംഗ് പീസ്ഫുൾ. വാസു നൈസ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു ബ്രീത്തിങ്ങിൽ. രേണു ബ്യൂട്ടിഫുൾ. സരികല്ലേ സ്ട്രെസ് ആണെന്ന് പറഞ്ഞു, ഇപ്പൊ റിലാക്സ് ആണെന്ന് പറയുന്നു. ഐ എം ഹാപ്പി സാർ, രജനി പറയുന്നു. ഓ വാ. ഞാൻ പറഞ്ഞ വിശ്വസിക്കുമോ നിങ്ങൾക്കറിയത്തില്ല, പക്ഷെ ഞാനിത് നിങ്ങളോട് പറയാം എന്തായാലും. മൈൻഡ് ഈസ് ഫീലിംഗ് ലൈക്ക് സംതിങ് സ്പെഷ്യൽ ആൻഡ് റിലാക്സ്ഡ്. വാവ്. നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അസ്വസ്ഥതയായ അല്ലെങ്കിൽ സന്തോഷം തരാത്ത ഒരു ഇമോഷനാണ് വരുന്നതെങ്കിൽ ഇറ്റ്സ് ടേക്സ് ലെസ് ദാൻ 15 seconds. 15-20 സെക്കൻഡിക്കുള്ള സമയം എടുക്കത്തില്ല. എവിടെയാണോ ടേക്ക് 3 to 5 breaths. നമ്മുടെ അവയർനെസ്സിൽ നമ്മളിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ശരീരം ഇരിക്കുന്നിടത്ത്, നമ്മുടെ മനസ്സിരിക്കുന്നിടത്ത് നമ്മുടെ ശ്വാസത്തിനെയും കൂടെ കൊണ്ടുവരിക. നമ്മുടെ ശരീരം ഇരിക്കുന്നിടത്ത്, നമ്മുടെ ശ്വാസം ഇരിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിനെയും കൂടെ കൊണ്ടുവരിക. ശ്വാസത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് ആ അവയർനെസ് ആകുമ്പോൾ, നമ്മുടെ നെർവസ് സിസ്റ്റം അവെയർ ആകുമ്പോൾ, നമ്മുടെ ബോഡി അവെയർ ആകുന്ന ഉടനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്, നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന ആ വ്യക്തിയിലേക്ക് നമ്മൾക്ക് വേണ്ടുന്ന വികാരം പ്രൊവൈഡ് ചെയ്യുക. അതിനെപ്പറ്റി സംസാരിക്കുക. ഇറ്റ്സ് ആൻ ഈസി ടെക്നിക്, ഇറ്റ്സ് എ സിമ്പിൾ ടെക്നിക്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടെ ഡു ഇറ്റ്. ഓക്കെ സാർ, അന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഫീലിംഗ് റിലാക്സ്ഡ് നൗ ആസ് പെർ യുവർ ഗൈഡൻസ്. ഡീപ് ബ്രീത്ത് എക്സസൈസ് ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഓ നൈസ്. ഞാൻ എന്തിനാ നിങ്ങളെ കൂടെ ശ്വാസം എടുപ്പിച്ചറിയോ? ഇതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയോ. എനിക്കൊരു പ്രണയമുണ്ട്. എൻ്റെ പ്രണയം ഏറ്റവും മനോഹരമാകണമെങ്കിൽ ഞാൻ ആ പ്രണയിക്കുന്ന ആൾക്ക് സമയം കൊടുക്കണം, അല്ലേ? എൻ്റെ പൂന്തോട്ടത്തിൽ മനോഹരമായ പൂക്കളുണ്ട്. ആ പൂക്കള് എത്ര മനോഹരമായി വിടരണമോ ഞാൻ അതിന് സമയം കൊടുക്കണം, അതിന് വേണ്ടുന്നതൊക്കെ കൊടുക്കണം, അതിന് പ്രയോറിറ്റി കൊടുക്കണം, അല്ലേ? എനിക്ക് 6 pack മസിൽസ് ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് എൻ്റെ ആപ്സിന് വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോകണം, ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കണം, അതിന് സമയം കൊടുക്കണം, അതിന് എന്താ പറയുക, അതിന് വില നൽകണം, അല്ലേ? നമ്മുടെ ലൈഫിൽ നമുക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാൻ സാധിക്കും, നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കും, പണമില്ലാതെ ജീവിക്കാൻ സാധിക്കും, മനസമാധാനം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും, അല്ലേ? പക്ഷെ ശ്വാസം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമോ? പറ്റത്തില്ല. ഇപ്പൊ ഈ സംസാരിക്കുന്ന ഷാനു എന്ന് പറയുന്ന ആള് പോലും ഈ ശ്വാസം പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിൽ തീർന്നു പരിപാടി, സംഭവം കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഈ ശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ പണത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ
ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ, റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെ ശ്വാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കൂ, മനസമാധാനം തനിയെ വരും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പ്രണയം അതിമനോഹരമാണെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് ഞാൻ എന്റെ സമയം, പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കണം. എന്റെ ബിസിനസ്സിൽ നിന്ന് എനിക്ക് പണമാണ് വേണ്ടതെങ്കിൽ ഞാൻ ആ ബിസിനസ്സിൽ സമയം, പണം, പ്രയോറിറ്റി കൊടുക്കണം. എന്റെ ആരോഗ്യമാണ് എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ ആരോഗ്യത്തിന് സമയം, പണം, എന്താ പറയാ, പ്രിഫറൻസ് കൊടുക്കണം. എന്റെ മനസമാധാനമാണ് എനിക്ക് ഇമ്പോർട്ടൻസ് എങ്കിൽ ഞാൻ പറയുന്നു, യുവർ ബ്രീത്ത് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ചേച്ചി പറയണേ, നമ്മുടെ അരവിന്ദ്, വായു ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് കൈലാസം പോയപ്പോഴാണ് മനസ്സിലായത്. പുള്ളിക്കാരത്തി ഇപ്പോൾ ഒരു കൈലാസ യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അങ്ങോട്ട് ചെല്ലുന്ന ശ്വാസം കിട്ടത്തില്ല. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ശ്വാസത്തിന് നിങ്ങൾ പ്രാധാന്യം. ഈസ് ദർ എനി സ്പെസിഫിക് ടൈം ടു ഡു ദ ബ്രെത്ത് എക്സസൈസ്? ഒരു സമയമില്ല. ശ്വാസം വലിക്കുമ്പോൾ ശക്തമായിട്ട്, സന്തോഷത്തോടെ, അവയർനെസ്സോട് കൂടി ശ്വാസം വലിക്കുക. ശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വാസത്തിന് എന്ന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവോ അന്ന് മനസമാധാനത്തിന്റെ ചരട് നമ്മൾ പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫുഡില്ലാതെ മിതു പറയണ, എടാ മിതു, ഇവൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്നതാണ് മിതു. അവൻ പറയണ ഫുഡില്ലാതെ എനിക്ക് ആവുന്നില്ല. ഓക്കെ, ഫുഡ് വേണ്ടെന്നല്ലേ വെക്കണേ, പക്ഷെ പ്രയോറിറ്റി കൊടുക്കേണ്ടടുത്ത് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വരും. സാർ വീഡിയോസും സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം കിട്ടും. ശിവാനി, നിങ്ങളോട് ചോദിക്കുന്നതുകൊണ്ട് എനിക്കും സമാധാനം. സോ യുവർ ബ്രെത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആഴമുള്ള, ദൈർഘ്യമുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ആഴമുള്ള, ദൈർഘ്യമുള്ള ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. അയ്യോ, ആരാണോ ചോദിക്കുന്നത്? എം ലീഷ്മ സാർ, ഒരു ഹായ് തരുമോ? ഒന്നല്ല, 1000 ഹായ്. ഓക്കെ, ആഴമുള്ള, ദൈർഘ്യമുള്ള ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തേ, ശ്വാസം പുറത്തേക്ക് വിട്ടെ. ഇറ്റ്സ് റിയലി അമേസിങ് തിങ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്നറിയത്തില്ല. എല്ലാവരും ചോദിക്കുന്നു വെള്ളം ഇല്ലാണ്ട് പറ്റത്തില്ല. ഓക്കെ, ഭക്ഷണം ഇല്ലാതെ പറ്റത്തില്ല. അഡിക്റ്റഡ് ടു സക്സസ്. ഹായ്. പിന്നെന്താണ്, വേറെ എന്താ നിങ്ങൾക്ക് ചോദിക്കാനല്ലേ? സാർ 21 ഡേയ്സ് പ്രാക്ടീസ് വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്നില്ലെന്നോ? അയ്യോ, അതെനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനിതൊന്നും നോക്കാറില്ല. ഞാൻ ഈ വീഡിയോ ഇടുന്നതല്ലാതെ ഇതിൻ്റെ പുറകെ ഞാൻ പോകാറില്ല. ഞാൻ വളരെ കുറച്ച് റിപ്ലൈ മാത്രമേ കൊടുക്കാറുള്ളൂ. ഞാൻ ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞാൽ. കാരണം എൻ്റെ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നും. ഹായ്, ദിസ് റൂപ ഫ്രം ബാംഗ്ലൂർ. റൂപ, ഹായ് റൂപ. ഐ എം സോ സോറി കേട്ടോ, ഞാൻ വീഡിയോസിന് റിപ്ലൈ ഒന്നും തരാത്തത്. ഐ എം സോ സോറി. ഞാൻ എന്തോ ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ടാണ്. പണിക്ക് പോയിട്ട്. ഓക്കെ, രമ്യ, ഹായ് രമ്യ ദുബായ്. ഹായ്, സുഖമാണ് രമ്യ, സുഖമാണ്. നൗ ഐ സ്റ്റാർട്ടഡ് ടു ഡു യോഗ ഓൾസോ. സർ, ക്യാൻ യു പ്ലീസ് ടെൽ എനി അഡ്വൈസ് റിഗാർഡിംഗ് യോഗ? സ്ഥിരം സുഖം ആസന, അതാണ് യോഗ. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിക്കണം, സുഖകരമായി ചെയ്യാൻ സാധിക്കണം, അതാണ് യോഗ. ദീപ, ഐ വാസ് ഫീലിംഗ് ഡൈസി വൺ നൈറ്റ് ആൻഡ് ജസ്റ്റ് ദെൻ ഐ സോ എ റീൽ വേർ എ മാൻ സെഡ് പുഷ് യുവർ നോസ് അപ്പ് ആൻഡ് ബ്രീത്ത് ഫോർ എ മിനിറ്റ്, ദ ഡീസിനെസ് വിൽ ഗോ. ഐ ട്രൈഡ് ആൻഡ് ഇറ്റ് വർക്ക്ഡ്. നൈസ്. കീപ് ഓൺ ഡൂയിങ്. ഉറക്കം കിട്ടുന്നില്ല സാർ, നന്നായിട്ട് ഉറങ്ങാൻ ഒരു ടിപ്പ് പറയാമോ? ഉറക്കം കിട്ടുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല കേട്ടോ. കാരണം എനിക്ക് കിടന്നു കഴിഞ്ഞാൽ അപ്പം ഉറക്കം വരും. അതുകൊണ്ട് ഉറക്കം ഇല്ലായ്മേനെ പറ്റി എനിക്ക് അറിയാൻ അറിയത്തില്ല. ബട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങൾ 7 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉറക്കത്തിനുള്ളൊരു പോസിറ്റീവ് സൈനാണ്. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കൈയും കാലും, നമ്മുടെ ആംപിറ്റും, നമ്മുടെ കഴുത്തും, ചെവിപ്പുറകിലൊക്കെ വെള്ളം നനച്ച് തൊട്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഭക്ഷണം ലൈറ്റായിട്ട് കഴിക്കുന്നതും നല്ലതാണ്. ഓക്കെ, പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ സുഖകരമായി ഉറങ്ങാൻ പോകുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലാവണം. ഓക്കെ, ഒരു കാര്യം ചെയ്ത് നോക്കൂ. നല്ല സന്തോഷത്തോടെ ചെന്ന് കിടക്കുമ്പോൾ തന്നെ സന്തോഷത്തോടെ ഉറങ്ങുന്നതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. കാരണം കട്ടിലെ കിടക്കുക, ഉറങ്ങുക എന്ന് പറയുന്നത് ബ്രെയിനിന് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ്. ബ്രെയിൻ ഓൾറെഡി മനസ്സിലാവണം നിങ്ങൾ സുഖകരമായിട്ട്
സന്തോഷകരമായിട്ട് ഉറങ്ങുന്നു. ജസ്റ്റ് വിഷ്വലൈസ് ഇറ്റ്. സന്തോഷത്തോടെ ഉറങ്ങുന്നു ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. എൻ്റെ ലൈഫിൽ ഇപ്പോൾ കംപ്ലീറ്റ് വിഷ്വലൈസേഷനാണ്. എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ മനസമാധാനത്തോടെ ഇരുന്ന് നല്ല സ്വസ്ഥമായിട്ടിരുന്ന് ഉൾക്കണ്ണിൽ ഇങ്ങനെ കാണുമ്പോൾ കൺമുമ്പിൽ സംഭവിക്കും. അതെ, രേണു പറയുന്നത് മൊബൈൽ നോക്കരുത്. അഖിലേ, 7 മണിക്ക് ഫുഡ് കഴിച്ചാൽ രാത്രി വിശന്നിട്ട് ഉറക്കം പോകുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നാലും ഉറക്കം കുറവാണ്. ബിക്കോസ് യു ഹാവ് അൺഹീൽഡ് എനർജി ഇൻ യുവർ ബോഡി. അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തത്. സാർ, ശേഷി എന്ന യൂട്യൂബ് ചാനലിനെ പറ്റി താങ്കൾക്ക് അറിയാമോ? അയ്യോ, എനിക്കറിയത്തില്ല സാർ. ഹാപ്പി ടു സീ യു. ഓക്കെ. എല്ലാവരും ചോദിക്കണു സ്ഥലം എവിടെയാണെന്ന്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേക്കാത്തത്. ഞാനിപ്പോൾ എങ്ങനെ കാണിച്ചു തരിക? സീന, ഒബ്വിയസ്ലി സീന റിജു ചോദിക്കണം മാനിഫെസ്റ്റ് ഫോർ അവർ ചിൽഡ്രൻ. ചെയ്യൂ. ആർ യു സ്മൈൽ ടുഡേ? വെരി പോസിറ്റീവ് സ്റ്റോറി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം എനിക്കും. ലാസ്റ്റ് വിഷ്വലൈസേഷൻ എന്തായിരുന്നു? ഒരാളുടെ സംസാരം, പ്രവൃത്തി എന്നിവ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നു, അത് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം? വാവ്, നൈസ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് വിഷ്വലൈസേഷൻ ഞാനിപ്പോൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ. ഒരാളെന്നോട് ചോദിക്കുകയാണേ, ഒരാളുടെ സംസാരം, പ്രവൃത്തി എന്നിവ കാണുമ്പോൾ ദേഷ്യം തോന്നുന്നു, അത് കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണമെന്നുള്ളത്. ഒരാളുടെ സംസാരം, പ്രവൃത്തി എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. അതായത് ഒരാൾ എന്തെങ്കിലും പറയുന്ന ഉടനെ നമ്മുടെ ഉള്ളിൽ അത് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ അയാളുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾക്കത് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയ്യോ അയ്യൂട്ടനാണോ? ഹായ് സാർ, ഒരു ഹായ് പറയുമ്പോൾ ഹായ്. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കത് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ ആളുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ആ ട്രിഗർ ചെയ്യാൻ പാകത്തിന് എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അത് ട്രിഗർ ആവുന്നത്. അത് അയാളുടെ തെറ്റല്ല. അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ട്രിഗർ ആയിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ശരി. പോട്ടെ. അയ്യോ, അൻസിൽ എന്ന് പറഞ്ഞ ഒരാൾ എന്തോ ചീത്ത പറയണം. എൻ്റെ സുഹൃത്തെ, ഞാൻ എന്താ പറയുക? ഐ എം സോറി അൻസിൽ, എൻ്റെ വാക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. നത്തിങ് ടു ട്രിഗർ. ഷോ ഇപ്പോഴാ കണ്ടത്. ശരത് PV. ശരത്തേ, ഹായ്. ശരത്തേ, ഹായ്. താങ്ക് യു. ഐ ആം ഓൾസോ റിയലി ഗ്രേറ്റ്ഫുൾ. എനിക്ക് ഡിപ്രഷനാണ് സാർ, എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? എനിക്ക് ഡിപ്രഷൻ ഇല്ല മാം. പ്ലീസ് നിങ്ങളുടെ ബ്രെയിൻ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, നിങ്ങളുടെ റിയാലിറ്റീനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. വീണ്ടും ഡിപ്രഷനാണ് എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് കൊണ്ടുവരാതെ, നിങ്ങളുടെ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിക്കാതെ, എനിക്കല്ല, ഐ എം കമ്മിങ് ബാക്ക്. എനിക്ക് ഡിപ്രഷൻ ഇല്ല, ഞാൻ ഓക്കെ ആണ് എന്ന് സ്വയം സംസാരിക്കാൻ തുടങ്ങും. പ്ലേസ് എവിടെയാണ്? പ്ലേസ്, ഓക്കെ, എല്ലാവർക്കും പ്ലേസ് ആണ് കാണുന്നത് അല്ലേ? ഓക്കെ സാർ, എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ എന്ത് ചെയ്യണം? ശരിക, ഒരു കാര്യം മനസ്സിലാക്കുക കുഞ്ഞേ, ഒരിക്കലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. വിസിറ്റിംഗ് ബീക്കൺ, ഗ്രേറ്റ് ഫ്രീ സോൾ. ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ഥലമല്ലേ കാണണ്ടേ? ലെറ്റ് മീ തിങ്ക്. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം എങ്ങനെ ഇപ്പം തിരിക്കുക? എങ്ങനെ തിരിക്കാൻ സാധിക്കും?
കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം ശരി, ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിലേക്ക് വന്നതാണ്, അത്രയേ ഉള്ളൂ. ഒരു കാര്യം കൂടെ പറയാമേ. നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഹാപ്പിനെസ് ബാസ്ക്കറ്റും ഉണ്ട്, ഒരു സാഡ്നെസ് ബാസ്ക്കറ്റും ഉണ്ട്. നമുക്കൊരു ഹാപ്പിനെസ്സിൻ്റെ ബാസ്ക്കറ്റും ഉണ്ട്, ഒരു സാഡ്നെസ്സിൻ്റെ ബാസ്ക്കറ്റും ഉണ്ട്. ഈ സാഡ്നെസ് ബാസ്ക്കറ്റ് നമ്മൾ നോക്കണ്ട, അതിനൊക്കെ ആളുകൾ അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇട്ട് അത് ഫില്ല് ചെയ്തോളൂ. നമ്മുടെ സന്തോഷത്തിൻ്റെ ബാസ്ക്കറ്റ് നമ്മൾ ഫില്ല് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്, നമ്മളത് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ബാസ്ക്കറ്റിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവിടണം കേട്ടോ. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി, വേറെ ആരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ബാസ്ക്കറ്റിലേക്ക് സാധനങ്ങൾ കൊണ്ടിടുക എന്നുള്ളത്. അപ്പം ശരി, പിന്നെ കാണാം. ബൈ. വ്യക്തിപരമായിട്ട് ഐ റിയലി നീഡ് യു ഓൾ ഹാപ്പി. വ്യക്തിപരമായിട്ട് ഷാനു എന്ന് പറയുന്ന ആൾ നിങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്ന ആഗ്രഹിക്കുന്നു.